അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. രണ്ട് കാര്യങ്ങൾ കൊണ്ട് വിശേഷപ്പെട്ട ഒരു ദിനമാണ്. ഒന്ന്, പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവും അതുപോലെ തന്നെ അവരുടെ വഫാത്തും. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മഹാനായ സി എം വലിയുള്ളാഹിയുടെ ജന്മദിനവുമാണ്. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിൽ നബിദിനത്തിൻ്റെ വിമർശകരും അതുപോലെ തന്നെ നബിദിനത്തെ കൊണ്ടാടുകയും ചെയ്യുന്ന മുസ്ലിം സമുദായം. ഒരു വിഭാഗം ഘോഷയാത്രയോടുകൂടി നബിദിനം കൊണ്ടാടുമ്പോൾ മറ്റൊരു വിഭാഗം ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തർക്കങ്ങളും വാദങ്ങളുമൊക്കെ ആയി ഇന്നത്തെ ദിവസം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. വർഷാവർഷം ഇതേ സംഭവം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു വിഭാഗം ശരിയാണെന്നും മറ്റൊരു വിഭാഗം തെറ്റാണെന്നും. യഥാർത്ഥത്തിൽ നബിദിനം എന്ന് പറയുമ്പോൾ ആ വാക്കിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്നത് നബി ജനിച്ച ദിവസം എന്നുള്ള ഒരു വിഷയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. അതേ ദിവസം തന്നെ മരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് മറ്റൊരു വിഭാഗം മരിച്ചതിന് പ്രാധാന്യം കൊടുക്കുന്നു, ഒരു വിഭാഗം ജനിച്ചതിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇനി നമ്മൾ ഖുർആനിലേക്കൊന്ന് കടന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, പ്രവാചകന്മാരെയും അതുപോലെയുള്ള സഹാബത്തുക്കളെയൊക്കെ കുറിച്ചിട്ട് ചില സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ മരിച്ചവർ എന്ന് നിങ്ങൾ പറയരുത്, അവരെ നിങ്ങൾ മരണപ്പെട്ടവർ എന്ന് പറയരുത്, എന്നും ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ പിന്നെ മരിക്കാത്ത ഖുർആൻ പറഞ്ഞ ഒരു പ്രവാചകനെ ജന്മദിനം എന്നുള്ള അടിസ്ഥാനത്തിൽ എല്ലാവരും ഈ ഹാപ്പി ബർത്ത്ഡേ കൊണ്ടാടുന്ന പോലെ കേക്ക് മുറിച്ചും ഹാപ്പി ബർത്ത്ഡേ പാടിയൊന്നുമല്ല. മറിച്ച് ഇന്ന് ഈ മുസ്ലിം സമുദായം ഇവിടെ ഉണ്ടായതിന് കാരണക്കാരനായ പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്മരിക്കുകയാണ്, ആ സ്മരണ കൊണ്ടാടുകയാണ്. അവരോടുള്ള ബഹുമാനം, ആദരവ് നമ്മളൊക്കെ മുസ്ലിമായി ജനിക്കാനും ഒരു മുഅ്മിനായി മരിക്കാനും ഒക്കെ മാതൃക പറഞ്ഞു തന്ന ആ മഹൽ വ്യക്തിയെ, ആ മഹത്വത്തെ നമ്മൾ സന്തോഷത്തോടുകൂടി കാണുകയല്ലാതെ സങ്കടത്തോടുകൂടി കാണുകയാണോ വേണ്ടത്? ഇന്ന് ഇവിടെ ഏറ്റവും അധികം ഇസ്ലാമിനെ കുറിച്ചുള്ള ധാരാളം വിമർശകർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജാതിമത ഭേദമന്യേ പലതരത്തിലും പലരും ഇസ്ലാമിനെ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തുന്നതിൻ്റെ കാരണം പോലും ഈ നബിദിനത്തെ വിമർശിക്കുന്ന ഒരു വിഭാഗം എന്ന് ഉടലെടുത്തുവോ അന്ന് തുടങ്ങി ഈ ലോകത്തിൻ്റെ തന്നെ നാശം. അതായത് ഈ ലോകത്ത് മുസ്ലിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇതിൻ്റെ നാശം തുടങ്ങി എന്നാണ് അർത്ഥം. ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മദീനയിലേക്ക് നോക്കൂ, മക്കയിലേക്ക് നോക്കൂ എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മക്കയുടെ തുടക്കവും മദീനയുടെ തുടക്കവും നമ്മൾ പരിശോധിക്കും. ആ സമയത്ത് എങ്ങനെയാണ് പ്രവാചകൻ ജീവിച്ചിരുന്നത്, ആ പ്രവാചകൻ എങ്ങനെയാണ് അവരെ സ്വീകരിച്ചത്,
പിൽക്കാലത്ത് കടന്നു വന്ന ഓരോ ആളുകളുടെയും ഭരണാടിസ്ഥാനത്തിൽ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളിൽ പുതിയ തലമുറ വന്നിട്ടുണ്ട്, പുതിയ രീതികൾ വന്നിട്ടുണ്ട്. ആ പുതിയ തലമുറയിൽപ്പെട്ടവർ അത് ഏത് വിഭാഗത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ പുതിയ രീതിയിൽ പ്രാധാന്യം കൈക്കൊണ്ടിരിക്കുന്നതെന്ന് പരിശോധിക്കുമ്പോൾ ഈ വഹാബികൾ, ഇവരാണ് ഇതിനെ ശക്തമായി എതിർക്കുന്നത്. എല്ലാ ആചാരങ്ങളെയും ഹൈന്ദവ ആചാരപ്രകാരമായി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വളരെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന എല്ലാ മതവിഭാഗങ്ങളും തമ്മിൽ ഭിന്നിക്കാൻ ഇവരൊരു കാരണമായി എന്നുള്ളത് വാസ്തവമാണ്. ഇവർ ഘോഷയാത്രയെ വിമർശിക്കുന്നു. ഇവർ ഘോഷയാത്രയെ വിമർശിക്കുന്നത് ഹിന്ദുക്കൾ നടത്തുന്ന ആചാരം പോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഗണപതിയുടെ ഘോഷയാത്ര, അങ്ങനെ അമ്പലത്തിലേക്കുള്ള താലപ്പൊലി, അങ്ങനെ പലതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ഇവരുടെ ഈ രീതികളെയൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് ഈ നടത്തുന്ന കർമ്മങ്ങളെ, അതുപോലെ തന്നെ പാട്ടുകളെ, ദഫുമുട്ടുകളെ, എല്ലാത്തിനെയും വിമർശിക്കുന്ന ഈ കൂട്ടരാണ് ഇവിടെ എല്ലാ മതവിഭാഗങ്ങളെയും പരസ്പരം തമ്മിൽ തല്ലിപ്പിക്കാൻ സഹായിക്കുന്നു. ഇവർക്ക് ഒരേ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ. ആ വിശ്വാസം അള്ളാഹുവിൽ മാത്രമുള്ള വിശ്വാസമാണ്. മുസ്ലിങ്ങളെല്ലാവരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വഴി പറഞ്ഞു തന്നവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ആളുകളെല്ലാവരും. എങ്കിൽ വഹാബികളും ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദുമൊന്നും അങ്ങനെയല്ല. അവർ നേരെ അള്ളാഹിനെ വിളിക്കുന്നവരാണ്. അവർ നേരിട്ട് അള്ളാഹുവിലേക്ക് ഒരിടനിലക്കാരുടെയും ആവശ്യമില്ലാതെ നേരെ അങ്ങ് പോണേണ്. ഇവിടെ ഹൈന്ദവരാകട്ടെ ഇടനിലക്കാരെ കൊണ്ടാണ് അവർ ദൈവത്തിലേക്ക് എത്തുന്നത്. മുസ്ലിങ്ങളിൽ ഈ സുന്നത്തെ ജമാഅത്തിൽപ്പെട്ടവരും ഇടനിലക്കാരിലൂടെയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അത് സൂഫികളിൽ വരെ വന്നെത്തി നിൽക്കുന്നു. പക്ഷെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിൽ പാണ്ഡിത്യമുള്ള ആളുകൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് ഒരു അറിവുമില്ലാത്ത ആളുകൾ ഈ അറിവാണ് കടമെടുക്കുന്നത്. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ കേൾക്കുമ്പോൾ ഏറ്റവും സൗകര്യപ്രദമായത് ഏതാണോ അതിലേക്ക് മനസ്സ് പോകുന്ന ഒരു വിഭാഗം. അത് അറിവില്ലായ്മ കൊണ്ടാണ്. പല ചോദ്യങ്ങളും വരുന്നു. ഓണം ആഘോഷിക്കാമോ? ഓണം ആഘോഷിക്കാൻ പാടില്ല. ആ ഭക്ഷണം കഴിക്കാമോ? ഇങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ വന്നിട്ട് ഒരറിവുമില്ലാത്ത സാധാരണക്കാരായ മുസ്ലിങ്ങൾ അവരാകെ കൺഫ്യൂഷനാകണേ. ഏതാണിപ്പോൾ ശരിയെന്ന് പോലും അറിയാതെ തലയിൽ തട്ടനും ഇട്ട് തലയിൽ തൊപ്പിയും വെച്ച് ബാങ്ക് കൊടുക്കുമ്പോൾ പോയി കയ്യും കെട്ടി നിസ്കരിച്ച് പോരണേണ്. ചെയ്യുന്നത് എത്രത്തോളം ശരിയാണെന്ന് പോലും ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം അത് പഠിക്കാനുള്ള അവർക്ക് സമയമില്ല, ജീവിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഇടയിലാണ്. ഇതിൻ്റെ ഇടയിൽ ആലിമ്യങ്ങൾ സംസാരിക്കുന്ന പ്രസംഗങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ പലരും പല രീതിയിലാണ് പ്രസംഗിക്കുന്നത്. ഈ യൂട്യൂബ് ചാനൽ വന്നതോടുകൂടി, പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും സമയത്ത് പള്ളിയിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന അറിവേ ഉണ്ടായിരുന്നു. അപ്പോൾ അതല്ല. ഇന്നിപ്പോൾ യൂട്യൂബ് തുറന്നാൽ വഹാബിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹിദിൻ്റെയും ഖാദിയാനിയുടെയും വഹാബിയുടെയും എല്ലാവരുടെയും ഇങ്ങനെ കേട്ട് മനുഷ്യൻ സത്യത്തിൽ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് പോലും പിടുത്തമില്ലാത്ത രീതിയിൽ ഈ അറിവില്ലാത്തവനാണ് പിഴച്ചു പോണത്. അപ്പം അതുകൊണ്ട് അറിവില്ലാത്ത ആളുകളോടൊന്നേ പറയാനുള്ളൂ, നമ്മൾ പഠിച്ചതൊന്നാണ്. എന്താണ്? അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദ്രി ഖൈറിഹി വശർരിഹി മിനല്ലാഹി തആല. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം പിന്നെ ഇനി കൂടുതൽ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല.
ഈ പറയുന്ന 6 കാര്യങ്ങളിൽ വിശ്വസിക്കുക. അള്ളാഹുവിനെ വിശ്വസിക്കുക, അവൻ്റെ മലക്കിൽ വിശ്വസിക്കുക. അള്ളാഹിനെ മാത്രം വിശ്വസിക്കലല്ലോ. അപ്പം അള്ളാഹുവിനെ വിശ്വസിക്കുക, അവൻ്റെ മലക്കിൽ വിശ്വസിക്കുക, അവൻ്റെ അമ്പിയ മുർസലീങ്ങളിൽ വിശ്വസിക്കുക, പരിശുദ്ധ കിതാബിൽ വിശ്വസിക്കുക, അവസാന കാലത്തിൽ വിശ്വസിക്കുക, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. ഇങ്ങനെ 6 കാര്യത്തിൽ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മുസൽമാൻ. പക്ഷേ ഈ പറയുന്ന മുജാഹിദിനും ജമാഅത്ത് ഇസ്ലാമിക്കും ഈ 6 കാര്യത്തിൽ വിശ്വാസമില്ല. ഒരു കാര്യത്തിലേ വിശ്വാസമുള്ളൂ, അത് അള്ളാഹുവിൽ മാത്രമുള്ള വിശ്വാസമാണ്. അള്ളാഹിനെ മാത്രം മതി, വേറെ ആരെയും വേണ്ട. ജിബ്രീലും വേണ്ട, മീകായിലും വേണ്ട, ഒന്നും വേണ്ട. അതൊക്കെ ഉണ്ട്, ഓക്കെ, അതെല്ലാവരും ഉണ്ട്, ഒക്കെ അവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ അള്ളാഹിൻ്റെ ആളാണ്. ഇങ്ങനെ പറഞ്ഞ ഒരാളേ ഉള്ളൂ ലോകത്ത്. ഞാൻ അള്ളാഹിൻ്റെ ആളാണെന്ന് മാത്രം പറഞ്ഞ ആളെയാണ് അള്ളാഹ് തന്നെ ലായനത്താക്കിയത്. അതും നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ മൊത്തത്തിൽ സംശയമാവും. ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രസംഗം, അദ്ദേഹം ഒരു സൂഫി സത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഒരു സൂഫിയല്ല, അദ്ദേഹം ശരീഅത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടുപോകുന്ന ഒരു പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹം സംസാരിക്കുന്നത് സൂഫിസത്തെക്കുറിച്ചാണ്. അപ്പോൾ ഔലിയാക്കന്മാരെ കുറിച്ച് വളരെ തകൃതിയായി ഇങ്ങനെ സംസാരിച്ച് വന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1000 കിതാബ് ഓതി 1000 ഇൽമ് സ്വീകരിച്ച് എത്രത്തോളം പാണ്ഡിത്യം നേടിയവനായാലും ഒരു സൂഫിയെ പിൻപറ്റാതെ അവനിക്ക് രക്ഷയില്ല. അപ്പോൾ കേൾക്കുന്ന ആൾക്കാരെന്ത് വിചാരിക്കും? അപ്പോൾ എത്രയോ വലിയ ഇൽമുള്ള ആളാണെങ്കിലും ഒരു സൂഫിയെ പിൻപറ്റണമെന്നാണ്. ഇനി നേരെ മറിച്ച് അദ്ദേഹം പിന്നെ തിരുത്തി കഥ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, എത്രത്തോളം അറിവ് ഉള്ള ഒരാളാണോ സൂഫി എന്ന് നമ്മൾ തിരിച്ചറിയണം. സൂഫി ഏറ്റവും അറിവുള്ള ആളായിരിക്കണം. അപ്പം 2 കൂട്ടരും അറിവുള്ളവർ തന്നെയല്ലേ. സൂഫിക്കും അറിവുണ്ട്, ഇവനിക്കും അറിവുണ്ട്. 2 കൂട്ടരുടെ അറിവ് തുല്യത തന്നെയല്ലേ. അപ്പം 1000 കിതാബ് പഠിച്ചവനും സൂഫിയും അതേ കിതാബ് തന്നെ പഠിച്ചിരിക്കണമെങ്കിൽ രണ്ടുപേരും തുല്യത തന്നെയല്ലേ. യഥാർത്ഥത്തിൽ സൂഫികൾ, ഇപ്പോൾ മടവൂർ ഷെയ്ഖിനെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവർ ഈ അതായത് അംഗീകരിക്കുന്ന പണ്ഡിതന്മാരോട് തന്നെയാണ്. അംഗീകരിക്കാത്തവരൊന്നും ഇതിലില്ല. അവർക്ക് വിമർശിച്ചുകൊണ്ടിരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടാണ് പലരും ആശയക്കുഴപ്പത്തിലാകണത്. അപ്പോൾ ഈ ആള് മടവൂരിനെ അംഗീകരിക്കുന്ന ആളാണ്, എല്ലാ ഔലിയാക്കന്മാരും അംഗീകരിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുകയാണ്, 1000 പാണ്ഡിത്യം നേടിയവനും ഒരു സൂഫിയെ പിൻപറ്റണം, എങ്കിൽ ഒരു യഥാർത്ഥ സൂഫി 1000 പാണ്ഡിത്യമുള്ളവനും ആയിരിക്കണം. അപ്പം ഈ 2 പേരും തുല്യരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മടവൂർ ഷെയ്ഖ് അവരും ഒരു ആലിമാണ്. പക്ഷെ ആ ആലിമ് ആ പാണ്ഡിത്യം മുഴുവനും വലിച്ചെറിയുകയാണ്. അദ്ദേഹം അതെല്ലാം കളഞ്ഞുകൊണ്ട് ശരീഅത്തിൻ്റെ നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ താടി വേണം, മീശ വേണം, എല്ലാം വേണം. ശരീഅത്ത് നിയമപ്രകാരം ഇപ്പോൾ മടവൂരിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മടവൂർ ഷെയ്ഖിന് താടിയില്ല, മീശയില്ല. അപ്പം എങ്ങനെ അംഗീകരിക്കും? മടവൂർ ഷെയ്ഖ് നമസ്കരിച്ചിട്ടില്ല. മുമ്പ് നമസ്കരിച്ചിരുന്നു, പിന്നെ നമസ്കരിച്ചിട്ടില്ല. ഈ മൂപ്പൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ പണ്ഡിതന്മാർ വാതു പറയുമ്പോൾ അവർ മക്കത്ത് നിസ്കരിച്ചു, മദീനയിൽ നിസ്കരിച്ചു, അവിടെ നിസ്കരിച്ചു, ഇവിടെ നിസ്കരിച്ചു എന്നൊക്കെ പറയും. പക്ഷെ ഇതൊക്കെ ആരാ മനസ്സിലാക്കുന്നത്? അപ്പം മടവൂര് ഒരു ഭൗതികമായ കാഴ്ചപ്പാടിലൂടെ വീക്ഷിച്ചു കഴിഞ്ഞാൽ മൂപ്പൻ്റെ വീട്ടിൽ ചെന്ന് കയറിയതിന് ശേഷം മരിക്കുന്നത് വരെ ആ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. വെള്ളിയാഴ്ച ജുമാക്ക് പോലും പോയിട്ടില്ല. ബാക്കിയെല്ലാം അതിൻ്റെ അകത്ത് നിസ്കരിച്ചാലും വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ മടവൂരിനെ എങ്ങനെ അംഗീകരിക്കും? ഇനി അതെങ്ങാനും ചോദിച്ചാൽ ഇവർ പറയും അതെല്ലാം വേറൊരു റൂട്ടാണെന്ന് പറയും. പക്ഷെ ഇവർ പ്രസംഗിക്കുമ്പോൾ ഈ റൂട്ടിനെ എതിർത്തുകൊണ്ട് തന്നെ സംസാരിക്കുകയും ചെയ്യും. എന്നാൽ മറ്റൊരു വിഷയം ചോദിക്കുമ്പോൾ ഇതിനെ അംഗീകരിച്ചുകൊണ്ട്, അങ്ങനെ 2 കളത്തിൽ മാറി മാറി ചവിട്ടി നിൽക്കുന്ന ഈ പാർട്ടി ഇവർ തന്നെയാണ് നല്ല വിശ്വാസികളെയും കുഴപ്പത്തിലാക്കുന്നത്. പിന്നെ ഇവർ പറയുകയാണ്, ചില സൂഫികളൊക്കെ ഓഷോയുടെയും മറ്റവരുടെയും മറിച്ചവരുടെയൊക്കെ കടമെടുത്തു പോവുകയാണ്. ചിലർ ഒരു മരിച്ചു പോയി കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ്
അത് പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ ആയിട്ട് കടന്നു വരും. അതായത് ഹിന്ദുക്കളുടെ ആചാരത്തെ പിന്തുടർന്നുകൊണ്ടാണ് ഈ ചില സൂഫികളൊക്കെ സംസാരിക്കുന്നത്. അവരൊന്നും ശരിയല്ല. അപ്പൊ നരകമുണ്ടെന്ന് പറയുന്നു. ആ നരകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലെ തൊലി മുഴുവനും പോയി, വീണ്ടും തൊലി വന്ന്, വീണ്ടും തൊലി പോയി, വീണ്ടും തൊലി വന്ന്, വീണ്ടും തൊലി പോയി, ഇങ്ങനെ അവന് ശിക്ഷിച്ചുകൊണ്ടിരിക്കും എന്നാ പറയണം. എനിക്ക് ഖുർആനിലെ ഒരു ഭാഗത്ത് പറയുന്നു, നിന്നെ ഞാൻ മണ്ണിലേക്ക് മടക്കുകയും അതേ മണ്ണിൽ നിന്ന് തന്നെ പുനർജീവിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇത് ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു പുനർജീവിതം എന്ന് പറയുന്നൊരു സംഭവമില്ല, പുനർജനിക്കുന്നില്ല. ഖുർആൻ പറയുന്നു നിന്നെ ഞാൻ മണ്ണിലേക്ക് മടക്കുകയും അതേ മണ്ണിൽ നിന്ന് തന്നെ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇതെങ്ങനെ അംഗീകരിക്കും? മറ്റൊരു വിഭാഗത്ത് പറയുന്നു അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ, അവനല്ലാതെ വേറൊരു ഇലാഹില്ല, അവനോടൊന്നിനെയും പങ്കു ചേർക്കരുതെന്ന് പറയുന്നു. മറ്റൊരു സ്ഥലത്ത് പറയുന്നു അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും വിശ്വസിക്കുക എന്ന് പറയുന്നു. ഇങ്ങനെ പലതരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ മൊത്തത്തിൽ ഈ പരിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെയും ഒന്ന് വായിച്ച് തീർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഓതി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഓതി പൂർത്തിയാക്കുമ്പോഴാണ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചിന്തിക്കുന്നവനിക്ക് മനസ്സിലാവും. ചിന്തിക്കാത്തവനിക്ക് കംപ്ലീറ്റ് കഥ ഇങ്ങനെ പോകും. ചില ആൾക്കാരൊക്കെ പുസ്തകമൊക്കെ വായിച്ചു കഴിയുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ലടാന്ന്. അത് പ്രവാചകനും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സദസ്സിലിരുന്ന് എൻ്റെ സംഭാഷണം കേൾക്കുന്നവരാരാണ്, എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് അവിടെ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നവനേക്കാളും വലിയ മുനാഫിക്ക് വേറെ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ ഏറ്റവും അധികം മുനാഫിക്കുകളാണുള്ളത്. എന്താണ്? എല്ലാവരും ഇങ്ങനെ കഥ കേൾക്കും, ഒന്നും മനസ്സിലാകുന്നില്ല. എന്തോ ഒന്നും മനസ്സിലായി, അത് വെച്ചുകൊണ്ട് തർക്കിക്കുകയും ചെയ്യും. എന്നാൽ അത് അന്വേഷിച്ചു പോകാൻ സമയവും ഇല്ല. കാരണം മുമ്പിൽ ജീവിതം എന്ന് പറയുന്ന വലിയ സംഭവം കിടക്കുകയാണ്. ജീവിക്കാൻ തന്നെ സമയമില്ല. അതിൻ്റെ ഇടയിലാണ് പിന്നെ കിട്ടണ ഇൽമു വെച്ചിട്ട് തർക്കിക്കും. അത് നമ്മൾ ഈ പണ്ട് കാലത്തൊക്കെ ചെറുപ്പത്തിൽ ഈ മതിലുണ്ടാകുന്ന ഒരു തരം പുല്ലുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ പേരൊക്കെയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ മതിലിൻ്റെ മുകളിലൊക്കെ ഈ പൂപ്പൽ പിടിച്ചിട്ട് അതിലിങ്ങനെ ഒരു പുല്ല് പോലെ വന്നിട്ട് അതിങ്ങനെ എടുത്തിട്ട് തോട്ടി പോലെ ഇങ്ങനെ കൊളുത്തി വലിച്ച് കളിക്കുന്ന കളിയാണ്. ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവും. എന്നതുപോലെ ഈ ഒരു അറിവും ഇല്ലാത്തവൻ പരസ്പരം ഈ ചെറിയ അറിവ് വെച്ചുകൊണ്ട് കൊളുത്തി പൊട്ടിച്ച് കളിക്കുന്നതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരു നല്ല സൂഫി ആകണമെങ്കിൽ ഒരുപാട് ഇൽമൊക്കെ വേണം. അപ്പോൾ ഒരു പണ്ഡിതനിക്ക് ഒരുപാട് ഇൽമുണ്ടായിട്ടും കാര്യമില്ല, ഒരു സൂഫിയെ പിന്തുടരണം. വേറൊരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പം നിസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, മറ്റത് ചെയ്യുന്നു, മറിച്ചു, അങ്ങനെ പല പരിപാടികളും ചെയ്തിട്ട് ഈ സ്വർഗം കിട്ടുമോ എന്നുള്ള ടെൻഷനിലാണ് മനുഷ്യൻ. അപ്പോൾ ദേ കേൾക്കുന്നു ഒരു വ്യഭിചാരിയായ സ്ത്രീ. വ്യഭിചാരിയായ സ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളുടെ കാര്യം പോയി. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഒരു പട്ടി, നജസായ ഒരു സാധനം, പട്ടി. അപ്പൊ ഈ വ്യഭിചാരിയായ സ്ത്രീ നജസായിരിക്കുന്ന ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തപ്പോൾ അവൾ സ്വർഗത്തിൽ പോയി എന്നാ പറയുന്നത്. അപ്പൊ അവൾ നിസ്കരിച്ചുമില്ല, നോമ്പ് പിടിച്ചില്ല, സക്കാത്തും കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് സ്വർഗത്തിൽ പോയി എന്നാ പറയുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പൊ പിന്നെ കുറെ നിസ്കരിക്കണോ, നോമ്പ് പിടിക്കണോ? ഈ ചെറിയൊരു കാര്യം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമെങ്കിൽ ഇതുപോലെ കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റൂലേ? അപ്പൊ ഇങ്ങനെ പല കഥകളും വന്നിട്ട് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നറിയാതെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കിയിട്ടിരിക്കുന്നതാണ് മനുഷ്യൻ. ഇതിൽ നിന്നെല്ലാം മനുഷ്യൻ മാറണം, ശരിയായ ഒരു വഴി തേടണം. യഥാർത്ഥമായി ഒന്നേ ഉള്ളൂ, കാരുണ്യമുള്ളൊരു മനസ്സുണ്ടാക്കുക എന്നുള്ളതാണ്. കരുണയുള്ളവന്റെ ഹൃദയത്തിലാണ് ദൈവമുള്ളത്. ആ കരുണ പൂർണ്ണമായി കഴിഞ്ഞാൽ ദൈവം ഉള്ളിൽ റെഡിയായി. ഞാൻ ഏറ്റവും അധികം യാത്രകളിൽ കണ്ടിരിക്കുന്ന വളരെയധികം രസകരമായ, അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധാപൂർവം കണ്ട ഒരു കാഴ്ച, ഈ അമ്പലത്തിൽ ദീപാരാധനയുടെ സമയം, അതായത് നട തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നൊരു സമയമുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. ഞാൻ രാവിലെ ഈ മതിലിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കും. അവിടത്തേക്ക്, ഈ അമ്പലത്തിലേക്ക് വരുന്ന ആളുകളെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവരൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കാണാം, കൈയൊക്കെ ഇങ്ങനെ കൂപ്പിപ്പിടിച്ച്. എന്ത് ഭയത്തോടു കൂടിയാണ് അവർ നിൽക്കണമെന്ന് അറിയാമോ? കുറച്ച് നേരം ഉള്ളൂ, പക്ഷെ എന്ത് ഭയത്തിലാണ് അവർ നിൽക്കുന്നത്.
ഇതാണ് ആ വാതിൽ തുറക്കാൻ, നട തുറക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങോട്ട് അവരെല്ലാവരും ആണും പെണ്ണും അപ്പുറം ഇപ്പുറമായിട്ട് നിന്ന് വളരെ ഇങ്ങനെ ഭക്തിയോടുകൂടി കൈകൂപ്പി ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കണേ. ആ നട തുറക്കുമ്പോഴത്തേക്കും അവരുടെയൊക്കെ മനസ്സൊക്കെ ഇതായി അവരങ്ങനെ പ്രാർത്ഥിക്കണ കാണുമ്പോൾ എത്ര കോൺസെൻട്രേഷനിൽ നിന്നാണ് അവരത് ചെയ്യണത്. ഇവിടെ നേരെ മറിച്ച് നമ്മുടെ പള്ളിയിലേക്ക് ഒന്ന് നോക്കി, ആ ഒരു കോൺസെൻട്രേഷൻ, അള്ളാഹുവിലേക്ക് മനസ്സിനെ സമർപ്പിച്ച് നിൽക്കാനുള്ള ഒരു കോൺസെൻട്രേഷൻ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ചിന്തകളില്ലാതെ, മറ്റ് ചിന്തകളില്ലാതെ അള്ളാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞവർ ഉണ്ടോ? അങ്ങനെ നിൽക്കാൻ നമ്മുടെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തി കൊണ്ടുവരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഏറ്റവും വലുത് നെയ്യത്താണ്. നെയ്യത്തൊരിക്കലും തെറ്റാൻ പാടില്ല. ആ നെയ്യത്ത് കറക്റ്റായിരിക്കണം. ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ നാഗൂരിലേക്ക് പോകാനായിട്ട് നേർച്ചയാക്കി, നാഗൂർക്ക് പോകാൻ നേർച്ചയാക്കി, വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തു, പോണ വഴി ഒരു ചാറം കണ്ടു, അവിടെയും കയറി, അടുത്ത ചാറം കണ്ടു, അവിടെ കയറി, വേറൊരു ചാറം കണ്ടു, അവിടെയും കയറി, എന്നിട്ട് നിങ്ങൾ നാഗൂരെത്തി. അതിനൊരു ഫലവുമില്ല. നിങ്ങൾ നാഗൂരിലേക്ക് പോകാനാണ് നേർച്ചയാക്കിൽ നേരെ നാഗൂരിലേക്ക് തന്നെ എത്തണം. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എവിടെയും കയറി. നെയ്യത്ത്, ഓരോസ്കാരത്തിന് നെയ്യത്ത് വെച്ചിട്ട് അസുരസ്കരിച്ചിട്ട് കാര്യമുണ്ട്. രണ്ടും നാലാണ്, രണ്ടും 4 റക്അത്ത് തന്നെ. അപ്പോൾ ളുഹറിന്റെ നെയ്യത്തും വെച്ച് അസുരസ്കരിച്ച് എങ്ങനെ ശരിയാവും? അപ്പം എന്നതുപോലെ നെയ്യത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമുക്കെന്നും രക്ഷപ്പെടാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം നമ്മുടെ നെയ്യത്ത് തെറ്റിക്കിടക്കണേണ്. നെയ്യത്ത് തെറ്റിക്കിടക്കണ കൊണ്ടാണ് നമുക്കൊക്കെ മയ്യത്തായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ നെയ്യത്ത് നന്നായാൽ നമ്മുടെ മയ്യത്ത് നന്നാവും. അപ്പം ജീവിതത്തിൽ ഇങ്ങനെ ലോകാവസാനം വരെയും സങ്കടം പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ലോകത്തിൻ്റെ അവസാനം ഏതായാലും നമ്മളൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പ്രവാചകനും കണ്ടിട്ടില്ല, അതുപോലെയുള്ള സഹാബത്തുക്കളും കണ്ടിട്ടില്ല, പിന്നീട് കടന്നു വന്ന തലമുറയും കണ്ട് നമ്മളും കണ്ടിട്ടില്ല. ഇനി ആരാണ് ഈ ലോകാവസാനം കാണാൻ പോകണമെന്ന് അതും അറിയില്ല. എങ്കിലും നമ്മുടെ അവസാനം നമുക്ക് ഉറപ്പാണ്. നമ്മളൊരു ദിവസം അവസാനിക്കും. അതിനു മുമ്പ് നമ്മൾ നമ്മളെ ഒന്ന് തിരിച്ചറിയണം. അതുവരെ ഉള്ളൂ സമയം. അപ്പം ഇങ്ങനെ ഒരുപാട് കഥകൾ കേൾക്കാതെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അത് കരുണയാണ്. ആ കരുണ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ സ്മരിക്കുന്നവനാകും, എപ്പോഴും സ്മരണയുള്ളവനാകും, നന്ദിയുള്ളവനാകും, സൽക്കർമ്മം ചെയ്യുന്നവനാകും, പാശ്ചാത്താപമുള്ളവനായി മാറുക, രാത്രിയും പകലും എന്നെ ഓർക്കുന്നവനായി മാറുക. എപ്പോഴും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി കഴിയുന്നവരാണ് സൂഫികൾ. അവരുടെ മനസ്സിൽ അവർക്ക് പറയാൻ അതേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റ് അവരുടെ കണ്ണൊന്ന് തൂങ്ങുന്നത് വരെ അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിനെ കുറിച്ച് മാത്രമായിരിക്കും. അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾക്ക് അവർ അതിൻ്റെ വേദനകളും യാതനകളും വിഷമങ്ങളൊക്കെ അവരുണ്ട്. പക്ഷെ ആ സമയത്ത് അവരുടെ മുമ്പിലേക്ക് ഒരാൾ വന്നാൽ അവർ അള്ളാഹിനെ കുറിച്ച് തന്നെ പറയും. അവരുടെ കഷ്ടപ്പാട് പറയൂല, അവൻ്റെ സങ്കടങ്ങൾ പറയില്ല. മറിച്ച് ആ സങ്കടങ്ങൾ അവിടെ മറച്ചു വെച്ചിട്ട് ആ വന്ന ആൾക്ക് സമാധാനം, അതിനും വലിയ സമാധാനക്കേടിലായിരിക്കും ചിലപ്പോൾ അവർ. പക്ഷെ അവരുടെ സമാധാനക്കേട് പുറത്ത് കാണിക്കില്ല. ഇത് പ്രവാചകന്റെ ഒരു ചരിത്രം. അവിടെ ഒരു വ്യക്തി പ്രവാചകന് മുന്തിരി കൊണ്ടുവന്ന് കൊടുക്കും. സാധാരണ എന്തെങ്കിലും കൊണ്ടുവന്നാൽ സദസ്സിലിരിക്കുന്നവർക്കെല്ലാം വീതം വെച്ച് കൊടുക്കൽ പതിവാണ്. എന്നാൽ വ്യക്തി മുന്തിരി കൊണ്ടുവന്ന് കൊടുത്തു. നബി അതിലൊരു മുന്തിരി എടുത്ത് വായിൽ വെച്ചു, അടുത്ത മുന്തിരി വെച്ചു. ഒരാൾക്കും കൊടുക്കാതെ ആ മുന്തിരി മുഴുവനും തിന്നു തീർന്നു. എല്ലാവർക്കും ഒരു ആശയക്കുഴപ്പം വന്നു. സാധാരണ എന്തുകൊണ്ടെന്നാലും എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുന്നതാണല്ലോ. ചിലർക്ക് തോന്നി ആ കൊണ്ടുവന്ന് കൊടുത്തവനോട് വല്ലാത്തൊരു സ്നേഹം നബിക്കുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് പോലും തരാതെ തിന്നു കളഞ്ഞത്. നബി അങ്ങനെയാണ് ചെയ്തത്. സത്യത്തിൽ ആ മുന്തിരി വായിൽ വെച്ചാൽ പുളിച്ചിട്ട് വയ്യാത്തതായിരുന്നു. അത് മറ്റുള്ളവർക്ക് കൊടുത്ത് അയാളെ കുറ്റം പറയാനൊരു കാരണമാകരുതെന്ന് കരുതിക്കൊണ്ടാണ് പ്രവാചകൻ അങ്ങനെ ചെയ്തത്. അപ്പൊ അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങളെ നീക്കുന്നവരാണ് സൂഫികളും പ്രവാചകന്മാരും എല്ലാം. അവരാരെയും വേദനിപ്പിക്കാൻ വന്നവരല്ല, ആർക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വന്നവരല്ല. ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള ജീവിത രീതികളൊക്കെ അവർക്ക് ആസ്വദിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്നത്തെ കാലം വെച്ചിട്ട് അന്നത്തെ കാലത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നവരാണ് ഇന്നത്തെ തലമുറ, വിഡ്ഢികളായ തലമുറ.
രാജഭരണത്തിൻ്റെ നിയമം ഇന്നത്തെ രാഷ്ട്രീയ നിയമം വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ശരിയാകും. ഇവിടെ പരിഹസിക്കുന്നതിന് ആയിഷയെ കെട്ടി, 9 വയസ്സുള്ളതിനെ കെട്ടി, പീഡിപ്പിച്ചു, അങ്ങനെ പലതരത്തിൽ. എത്രയോ വിവരദോഷികളാണ് ഇവരൊക്കെ, എത്രയോ വിവരദോഷികൾ. ഓരോ പരിഹാസികളുടെയും വിശ്വാസത്തിലുള്ള ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ അകത്തൊക്കെ ഉണ്ട് ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ. അത് കാണാതെ പരസ്പരം ജയിക്കാൻ വേണ്ടി ഒരറിവുമില്ലാത്തവരാണ് തമ്മിൽ തല്ലിച്ചാകുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, മന്ത്രിമാരൊക്കെ സുരക്ഷിതരാണ്. മന്ത്രിമാരെല്ലാവരും വളരെ സൗകര്യത്തോടുകൂടി വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, പ്രൊട്ടക്ഷനോടുകൂടി യാത്ര ചെയ്യുന്നു. എന്നാൽ ഈ മന്ത്രിമാർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നവരൊക്കെ റോട്ടിൽ കിടന്ന് തല്ലും കൊള്ളും. എത്ര തല്ലുകൊണ്ടിട്ട് ഇവർ പഠിക്കുന്നുമില്ല. അതാണ് രസം. അപ്പം ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരൊട്ട് നന്നാവേയില്ല, മറ്റവർ ഇവരെ വെച്ച് മുതലെടുക്കുകയും ചെയ്യും. അപ്പം ഇതുപോലെ അറിവില്ലാത്തവരൊക്കെ ഇത്തരം ഈ പറയുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വന്ന മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമി ആയാലും തബ്ലീഗായാലും ഏത് വിഭാഗമായാലും ഇത്തരം ആളുകളുള്ളതുകൊണ്ട് അവരെ കൊണ്ട് ഇവരൊക്കെ സുഖമായിട്ട് ജീവിച്ചു പോകും. പക്ഷെ നമ്മളൊക്കെ പിഴച്ചുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവരുടെ കഥയല്ല, നമ്മളൊരു പരിശോധന നടത്താൻ തയ്യാറാണ്. നമ്മൾ അന്വേഷിച്ചിറങ്ങണം യഥാർത്ഥമായ സത്യത്തെ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അത് ശരിയെന്നും പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഓരോ വ്യക്തികൾക്കും അതിനുള്ള അവകാശമുണ്ട്. ഏതാണ് ശരിയെന്ന് അന്വേഷിക്കാൻ, അത് അന്വേഷിക്കണം. ചൈന വരെ പോയി നിങ്ങൾ അറിവിനെ തേടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികളും, അത് പണ്ഡിതന്മാരുടെ വാക്കും കേട്ടിട്ട് അവിടെ ഇരിക്കലല്ല, അത് സുന്നി പറഞ്ഞാലും ജമാഅത്ത് പറഞ്ഞാലും മുജാഹിദ് പറഞ്ഞാലും നമ്മൾ അന്വേഷിക്കണം ഏതാണ് ശരിയെന്ന്. ഇല്ലെങ്കിൽ അവസാന കാലത്ത് ഇവിടുത്തെ വിധി നിർണ്ണയിക്കുന്നത് മനുഷ്യരാണെങ്കിൽ അവിടുത്തെ വിധി നിർണ്ണയിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏതാണ് സത്യം? അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു വേശ്യയായ സ്ത്രീ ഒരു നജിസായ പട്ടിക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നു. അപ്പം അവർ നിസ്കരിച്ചിട്ടില്ല, നോമ്പ് പിടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരു പൊന്നുരുന്തി ജുമാ മസ്ജിദിലെ ഖത്തീബ് പൊന്നുരുന്തി കുഞ്ഞു മുഹമ്മദ് മുസ്ലിം അവർ പ്രസംഗിച്ചൊരു പ്രസംഗം, 5 നേരം നിസ്കരിക്കുന്ന 2 സ്ത്രീകൾ പരസ്പരം തലനോക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വേശ്യയായ സ്ത്രീ റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഈ സ്ത്രീകൾ പരസ്പരം ആ സ്ത്രീയെക്കുറിച്ച് കുറ്റം പറഞ്ഞതിൻ്റെ പേരിൽ ഇവരുടെ കൂലി അവർക്ക് പോയി ചേർന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. നിമിഷ നേരം കൊണ്ട് ഇവരുടെ ഇത്രയും കാലം ചെയ്ത ഇബാദത്തിന്റെ കൂലി ആ സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ കിട്ടി, സെക്കൻഡ് കൊണ്ട് കിട്ടി. അപ്പം നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക, നമ്മളിലൊക്കെ ഇബാദത്ത് എത്രത്തോളം ഉണ്ട്? വളരെ കുറച്ചേ കാണുള്ളൂ. ഉള്ള കൂലിയൊക്കെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവർക്ക് കളയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് നമുക്ക് കിട്ടിയതിനെ നമ്മൾ സൂക്ഷിച്ചു പിടിക്കാൻ പഠിക്കുക. മറ്റുള്ള പണ്ഡിതന്മാർ പറയുന്ന പ്രസംഗങ്ങളെല്ലാം കേൾക്കുക. ശരിയാണോ എന്നുള്ള പരിശോധന നടത്തിയിട്ട് വേണം യാത്ര ചെയ്യാൻ. ഇല്ലെങ്കിൽ അപകടം അവർക്കല്ല, നമുക്കാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പരിഹസിക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ നന്നാകാൻ വലിയ പാടാണ്. ചീത്തയാകാൻ ഒരു പണിയുമില്ല, ഒരു ഗുണ്ടയാകാനും വലിയ പണിയില്ല. ഒരു കത്തി എടുത്തിട്ട് റോട്ടിലേക്ക് ഇറങ്ങി ആരെങ്കിലും ഒന്ന് കുത്തിക്കൊന്നാൽ മതി, ഗുണ്ടയാകാൻ കഴിയും. പക്ഷെ ഒരു നല്ലവൻ എന്നുള്ള പേര് കേൾക്കണമെങ്കിൽ വലിയ പണിയാണ്. അപ്പം അതുകൊണ്ട് ശരിയായ ഒരു പരിശോധനയും ശരിയായ നെയ്യത്തും ശരിയായ കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ നേരെയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നേരായ ബുദ്ധിയും നേരായ കാര്യങ്ങൾ അറിയാനുള്ള കഴിവും അല്ലാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.